ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും ചിക്കൻ കറി വെക്കാൻ അറിയായിരിക്കും, പക്ഷെ പല സ്ഥലങ്ങളിൽ പല രീതിയിലായിരിക്കും ചിക്കൻ കറി വെക്കുക. ഞാനിപ്പോൾ തലശ്ശേരി സ്റ്റൈലിൽ തേങ്ങ വറുത്തരക്കാത്ത ചിക്കൻ കറിയാണ്. ഉള്ളിയൊക്കെ വഴറ്റി വെക്കുന്ന മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുള്ള ആ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ 2 വലിയ ഉള്ളി, മീഡിയം വലിപ്പമുള്ള വലിയ ഉള്ളി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വലിയ ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാക്കിയത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മസാലപ്പൊടികളുടെ പച്ചമണം മാറാൻ ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ നേരത്തെ ചിക്കനിൽ ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വെച്ചതാണ്. ഈ ചിക്കൻ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ നന്നായി മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിനുശേഷം ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യമായ വെള്ളം ഒഴിച്ചതിന് ശേഷം ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടി ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. കറി നന്നായി തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറുനാരങ്ങ മുഴുവനും വേണ്ട, ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി കുരുവൊക്കെ മാറ്റിയതാണ്. ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം കറി ഒന്ന് കുറുകി വരാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെക്കുക. കറി ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചെടുക്കണം. വെളിച്ചെണ്ണയിൽ ഒരു 4 ചെറിയ ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 2-3 കായ്മുളകും ഒന്ന് വഴറ്റിയതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.